ആലപ്പുഴ അരൂക്കുറ്റിയിൽ ഗുണ്ടയുടെ പെൺസുഹൃത്തിന് സമൂഹമാധ്യമത്തിൽ സന്ദേശമയച്ചതിന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അരൂക്കുറ്റി സ്വദേശി ജിബിൻ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിരവധി കേസുകളിൽ പ്രതിയായ പ്രഭിജിത്ത്, കൂട്ടാളി സിന്തൽ എന്നിവർ ചേർന്നാണ് ജിബിനെ മർദ്ദിച്ചതെന്ന് സഹോദരൻ ലിബിൻ ജനം ടിവിയോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങും വഴി അരൂക്കുറ്റി പാലത്തിൽ ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നതിനിടെയാണ് ഒരു സംഘം ആളുകൾ ജിബിനെ ബലമായി ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയത്. നിരവധി കേസുകളിൽ പ്രതിയായ പ്രഭിജിത്തും കൂട്ടാളി സിന്ധിലും കാറിൽ വരുമ്പോൾ ജിബിനെ കണ്ട് കാർ നിർത്തി മർദ്ദിച്ച ശേഷം ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് കൈകൾ പിന്നിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. ആക്രമണത്തിൽ വാരിയിലൊടിഞ്ഞ് ജിബിന്റെ ശ്വാസകോശത്തിന് ക്ഷതമേറ്റു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒരു 10:30 ശേഷം അനിയൻ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു കോള് വരുന്നതിനെ തുടർന്ന് പാലത്തിൽ വണ്ടി നിർത്തി സൈഡ് ഒതുക്കി സംസാരിക്കുന്ന സമയത്ത് എതിരെ വന്ന കാറിൽ നിന്ന് 2 യുവാക്കൾ ചാടിയിറങ്ങുകയും പ്രഭിജിത്ത് എന്നും സിന്തൽ എന്ന് പറയുന്ന 2 പേരാണ് ചാടിയിറങ്ങിയത്. അവർ വന്നിറങ്ങിയെന്ന് തന്നെ അനിയൻ്റെ വണ്ടിയുടെ താക്കോലൂരി മുഖത്തിട്ട് അടി കൊടുത്തിട്ട് മിണ്ടടുത്ത് ഒച്ചെടുക്കരുതെന്ന് പറഞ്ഞ് അവനെ നടുക്കിരുത്തിക്കൊണ്ട് അവൻ്റെ വണ്ടിയിൽ തന്നെ അരൂക്കുറ്റിയിലോട്ട് കൊണ്ടുപോയി വേറെ ഒരു പൊളിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി അവനെ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനത്തെ തുടർന്ന് അവൻ്റെ നെഞ്ചിലും മുതുകിലും പട്ടി കൊണ്ടടിക്കുകയും തുടയിലും പട്ടി കൊണ്ടടിച്ചതിൽ പാടുകളുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഇവിടെ വണ്ടാനം ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് അറിയാൻ സാധിച്ചത് പത്തവാരിയലിന് ക്ഷതമുണ്ട്, പിന്നെ നട്ടലിന് ചെറിയ ക്ഷതമുണ്ട്. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇന്നലെ രാത്രിയിലാണ് ജിബിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ട്രോമ കെയർ വിഭാഗത്തിൽ ചികിത്സ നടത്തിയ ശേഷം ഉച്ചയോടെ വാർഡിലേക്ക് മാറ്റി. പൂച്ചാക്കൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. പ്രതികളായ പ്രഭിജിത്തും സിന്ധിലും ഒളിവിലാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പ്രഭിജിത്ത് മുമ്പ് കാപ്പ നിയമപ്രകാരം നടപടി നേരിട്ടയാളാണ്. ലഹരി കേസുകളിലും ഇയാൾ പിടിയിലായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ജനം, ആലപ്പുഴ. കൊച്ചി കടവന്ത്രയിൽ മദ്യലഹരിയിൽ കാർ ചേസിംഗ്. ഗോവൻ യുവതിയെ കാർ ഇടിച്ചു തെറിപ്പിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപത്ത് ഇന്നലെയായിരുന്നു സംഭവം. ബൈക്ക് യാത്രികൻ സൈഡ് നൽകാത്തതിനെ തുടർന്ന് പ്രകോപിതനായാണ് ചേസിംഗ്. ഇന്നലെ രാത്രി കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപത്തൂടെ കാൽനടയായി സഞ്ചരിച്ച ഗോവൻ യുവതിയെയാണ് കാർ ഇടിച്ചു തെറിപ്പിച്ചത്. ബൈക്കുമായി ചേസിംഗ് നടത്തിയ കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗോവ സ്വദേശിയായ ജെയ്സൺ ഗോമസിന് പരിക്കേറ്റു. ആദ്യം ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയെ ശസ്ത്രക്രിയ ആവശ്യമായതിനാൽ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ ഓൾഡ് ഗോവൻ സ്വദേശി എസ്തേവ ഫെറോവും ഭാര്യ ജെയ്സൽ ഗോമസും സെന്റ് അൽഫോൺസ പള്ളി സന്ദർശിച്ച ശേഷം കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപം താമസിക്കുന്ന ഹോട്ടലിലേക്ക് നടന്നുപോകുന്നതിനിടെയാണ് കാർ വന്നിടിച്ചത്. റോഡിനു വശത്തൂടെ നടന്നുവരുന്ന ജെയ്സൽ ഇടിയിൽ മറുവശത്തേക്ക് മറിഞ്ഞു വീഴുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ രാത്രി ഗോവയിലേക്ക് മടങ്ങിപ്പോകാനിരിക്കെയായിരുന്നു അപകടമുണ്ടാക്കിയ കാർ ഓടിച്ചിരുന്ന ചാലക്കുടി സ്വദേശിയായ യാസിറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജനം, കൊച്ചി. ലോണടയ്ക്കാൻ വൈകിയതിന് ഹൃദ്രോഗിയായ ഗൃഹനാഥന് മർദ്ദനം. കോട്ടയം പനമ്പാലം സ്വദേശി സുരേഷിനെയാണ് ബെൽസ്റ്റാർ എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ ആക്രമിച്ചത്. പ്രതി പന്നിമറ്റ സ്വദേശി ജാക്സൺ പിടിയിലായി. കോട്ടയത്തെ ബെൽസ്റ്റാർ എന്ന പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും 35,000 രൂപയാണ് സുരേഷ് വായ്പയെടുത്തത്. കൃത്യമായി തിരിച്ചടവ് നടത്തിക്കൊണ്ടിരിക്കെ അസുഖബാധിതനായി ആൻജിയോപ്ലാസ്റ്റി നടത്തേണ്ടി വന്നു. പിന്നീട് ജോലിക്ക് പോകാൻ കഴിയാതെ വന്നതോടെ തിരിച്ചടവ് മുടങ്ങി. 10,000 രൂപയിൽ താഴെ മാത്രമാണ് ഇനി തിരിച്ചടയ്ക്കാനുള്ളതെന്ന് സുരേഷ് പറയുന്നു. ഇതിനിടെ ഒറ്റത്തവണ മാത്രം തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിലുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പണം പിരിക്കാനെത്തിയ ബെൽസ്റ്റാറിലെ ജീവനക്കാരൻ ജാക്സൺ വീടിന്റെ സിറ്റൗട്ടിൽ വെച്ചിരുന്ന ശില്പം ഉപയോഗിച്ചാണ് സുരേഷിനെ മർദ്ദിച്ചത്. ലോൺ എടുത്ത 36,000 രൂപ ആണ്. നമ്മളത് 1 വർഷം മുമ്പ് എടുത്ത കറക്റ്റായിട്ട് അടച്ചോണ്ടിരുന്നത്. ഒരു 6-7 മാസം മുമ്പ് എനിക്കൊരു ചെറിയ ബ്ലോക്ക് വന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് അപ്പോൾ ആ സമയത്ത് പെൻഡിങ് വന്നു. നമ്മൾ പിന്നെ അത് കഴിഞ്ഞ മാസം അത് കൂട്ടി അടച്ച് ലെവൽ ചെയ്ത് പോകുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അടച്ചില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അടയ്ക്കാൻ വന്നപ്പോഴത്തേക്കും അവർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞതുപോലെ മേലായിരിക്കുവാണ്, പണിക്കുമ്പോൾ അടയ്ക്കാമെന്ന് പറഞ്ഞു. എന്താ പറയുക, പുള്ളി അങ്ങ് പോവുകയും ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ നിന്നപ്പോഴത്തേക്ക് അവർ 2 രൂപ വന്ന് അവരോട് പറഞ്ഞു പണിക്കുവാൻ തുടങ്ങിയില്ല,
അതുപോലെ ഞാൻ അടച്ചോളാം. അപ്പോൾ നമുക്ക് പെൻഡിങ് ഈ മേലാഴ്ച വന്നതോടുകൂടി പെൻഡിങ് വരുന്നത്, അല്ലാതെ നമ്മൾ അവിടെ ക്ലിയർ ആയിട്ടായി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ പറയാൻ നേരത്തെ ചേട്ടൻ പണിക്ക് വന്നല്ലേ ആ കലിപ്പിന് അവർ ദേഷ്യപ്പെട്ടായിട്ട് തെറിയാൻ പറയാൻ സത്യം. പക്ഷെ അത് ഈ അന്നേരം അവിടെ ഞാൻ ആ വെച്ചിരുന്ന ഒരു ആനയുടെ ഒരു 1.5 അടി പൊക്കമുള്ളൊരു ഇതുണ്ട്, ഇരിപ്പുണ്ട്, പ്ലാസ്റ്റർ പാരിസിൻ്റെ ഒട്ടിച്ചു വെച്ചു. അവൻ അതെടുത്ത് 2.5 കിലോ വെയിറ്റ് വരുന്നത്, അത് വെച്ച് ഇവിടെ അടിക്കുമല്ലോ. ആക്രമണത്തിൽ സുരേഷിന്റെ ചെവിക്ക് സാരമായി പരിക്കേറ്റു. അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി ജാക്സനെ നാട്ടുകാർ പിടികൂടി ഗാന്ധിനഗർ പോലീസിന് കൈമാറി. ജനം, കോട്ടയം. പാലക്കാട് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ MDMAയുമായി അമ്മയും മകനും സുഹൃത്തുക്കളും പിടിയിൽ. എറണാകുളം സ്വദേശിയായ അശ്വതിയുടെ മകൻ ഷോൺ സണ്ണി, കോഴിക്കോട് സ്വദേശികളായ മൃദുൽ, അശ്വിൻലാൽ എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരുവിൽ നിന്നും കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന 12 ഗ്രാം MDMA പിടികൂടിയത്. കഴിഞ്ഞ 5-ാം തീയതി മുതൽ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നൊരു ലഹരിക്കെതിരെയുള്ളൊരു പരിപാടിയാണ്. അതിന്റെ ഭാഗമായിട്ട് ഊർജിതമായിട്ടുള്ള വാഹന പരിശോധന മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിൽ നിന്നാണ് ഈ പ്രതികളെ MDMA ആയിട്ട് പിടികൂടുന്നത്. ഇവര് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഉദ്ദേശം 12 ഗ്രാമോളം ഉണ്ട്. MDMA മാരക മയക്കുമരുന്നായിട്ടുള്ള MDMA ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. ഇവിടെ അന്വേഷണത്തിൽ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും നിലവിലെ അവർക്ക് ഇതുമായിട്ട് നല്ല കണക്ഷനുള്ള ആൾക്കാരാണ്, ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ്. എറണാകുളം വൈപ്പിനിൽ ലഹരി സംഘം വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. ലഹരി സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയതിലുള്ള പ്രതികാരമായാണ് ആക്രമണം. പരിക്കേറ്റ വൈപ്പിൻ സ്വദേശി ഉണ്ണികൃഷ്ണൻ ചികിത്സയിലാണ്. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 9:30യോടെയാണ് വൈപ്പിൻ മില്ലുവഴി സ്വദേശി ഉണ്ണികൃഷ്ണനെയും ഇളയ മകൻ നിഖിലിനെയും 5-അംഗ സംഘം വീട്ടിൽ കയറി ആക്രമിച്ചത്. അക്രമികൾ ലഹരി ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതും പോലീസിനെ അറിയിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം. ഇളയ മകനെ മർദ്ദിക്കുന്നത് കണ്ട് തടുക്കാനെത്തിയപ്പോഴാണ് ഉണ്ണികൃഷ്ണന് ക്രൂരമർദ്ദനമേറ്റതെന്ന് മൂത്ത മകൻ രാഹുൽ പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 9:30 കൂടിയാണ് പേരെൻ്റെ അനിയനെ കൂടി വാക്കുകൾക്കും റോട്ടിൽ വെച്ചുണ്ടായി. അങ്ങനെ അവനൊരു 4-5 പേര് കൂടി തല്ലി കൊണ്ടിരിക്കുമ്പോൾ അവൻ ഓടി വീട്ടിലോട്ട് വരികയും അപ്പോൾ അവർ വടിയും മാറ്റി ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വന്ന് എന്താണ് അവനെ തല്ലാണെന്ന് ചോദിച്ചു വന്നപ്പോഴും അച്ഛൻ്റെ തലക്കെട്ട് വടിക്കടിച്ചു. അങ്ങനെ അച്ഛൻ്റെ തലയിൽ 6 സ്വിച്ചും പിന്നെ അച്ഛൻ്റെ 2 പല്ല് ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ചുണ്ടിൻ്റെ ഉള്ളിൽ ഒരു 5 സ്വിച്ചുണ്ട്. അങ്ങനെ ഭരിക്കണവർ അവരിൽ ലഹരി സംഘങ്ങളാണ്. ഇതിന് മുമ്പ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലതും പോയി ഞങ്ങൾ ഉത്സവം കൊല്ലുമെന്ന് എന്നെ കൊല്ലുമെന്നവരും പറഞ്ഞിട്ടുള്ളവരാണ് അവർ. പരിക്കേറ്റ ഉണ്ണികൃഷ്ണൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ മുളകാട് പോലീസ് 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി. ജനം, കൊച്ചി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് അന്തിമ റിപ്പോർട്ട് നൽകി. വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ എന്നിവയിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് വിജിലൻസ്. കേന്ദ്രത്തിന് സംസ്ഥാനം നൽകിയ പുതിയ DGP പട്ടികയിൽ MR അജിത് കുമാറിൻ്റെയും പേര് ഉൾപ്പെട്ടിരുന്നു. പേരുകളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്, മറ്റ് വിശദാംശങ്ങൾ. വിജിലൻസ് അന്വേഷണത്തിലാണ് ഇപ്പോൾ MR അജിത് കുമാറിന് ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് വിജിലൻസിന്റെ ഡയറക്ടർ തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുന്നത്. വീട് നിർമ്മാണം, അതായത് കവടിയാറിലെ വീട് നിർമ്മാണം, അതോടൊപ്പം തന്നെ ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്ത് എന്നിവ അടക്കമുള്ള വിഷയത്തിൽ PV അൻവർ നേരത്തെ ഒരു പരാതി നൽകിയിരുന്നു. ആ PV അൻവറിന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അജിത് കുമാറിനെതിരായിട്ട് വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിനാണ് ഇപ്പോൾ അതിന്റെ അന്തിമ റിപ്പോർട്ടായി സമർപ്പിച്ചിരിക്കുന്ന ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ക്ലീൻ ചിറ്റ് നൽകിയുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ
മാറിക്കിട്ടുകയും ചെയ്യും. ADGP MR രാജകുമാറിനെതിരെ 4 ആരോപണങ്ങളാണ് PV അൻവർ എന്ന് ഉന്നയിച്ചത്. ഈ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ മലപ്പുറം SP സുജിത് ദാസിന് ഒത്താശ ചെയ്തു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയായിരുന്നു ഈ വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ, അതായത് വീട് നിർമ്മാണം, അനധികൃതമായിട്ടുള്ള ഫ്ളാറ്റ് നിർമ്മാണം, അതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കാൻ ഉള്ള ശ്രമം നടത്തി എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അൻവർ അന്ന് ഉയർത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ DGP തലത്തിൽ, അതായത് സംസ്ഥാന പോലീസ് മേധാവിയുടെ തലത്തിലൊരു അന്വേഷണം DGP തലത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിന് സമാന്തരമായിട്ടാണ് ഈ വിജിലൻസിന്റെ അന്വേഷണം നടത്തുന്നത്. നേരത്തെ വിജിലൻസിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. തുടർന്നും അന്വേഷണം നടത്തുന്നതിനുള്ളൊരു നിർദ്ദേശം വിജിലൻസ് ഡയറക്ടർ നൽകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിലെ ആ റിപ്പോർട്ട്, വിജിലൻസ് അന്വേഷണത്തിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കൂടി വരുന്നതോടുകൂടിയാണ്, ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നതോടുകൂടി സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ, സ്ഥാനക്കയറ്റം സംബന്ധിച്ചുള്ള സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. മറ്റൊരു അന്വേഷണം കൂടി ഇതിന് സമാന്തരമായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള DGP തലത്തിൽ നടക്കുന്നുണ്ട്. അതുകൂടി ആ കേസിൽ കൂടി ക്ലീൻ ചിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ DGP ആയി തെരഞ്ഞെടുക്കുന്നത്, അതായത് സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബിന്റെ വിരമിക്കൽ ശേഷം വരുന്ന ഒഴിവിലേക്ക് DGP സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം കിട്ടുവാൻ ഈ MR അജിത് കുമാറിന് സാധിക്കും എന്നതാണ് ഈ കേസിലെ ഇപ്പോൾ ഈ ക്ലീൻ ചിറ്റ് നൽകുന്നതിലൂടെ MR അജിത് കുമാർ ഒരു ഗുണമായി വരുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇതിൽ ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് തന്നെ കുറ്റമുക്തനായിക്കൊണ്ടൊരു പ്രാഥമിക റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ സംസ്ഥാനത്തെ ഈ വിജിലൻസ് മേധാവി തന്നെ ഈ റിപ്പോർട്ട്, അതായത് ക്ലീൻ ചിറ്റ് നൽകിയുള്ള റിപ്പോർട്ട് സർക്കാരിന് കൂടി സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്നു. ഈ കേസുകളടക്കം PV അൻവറിന്റെ അടക്കമുള്ള ആരോപണങ്ങളിൽ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത്. നേരത്തെയും ഗുരുതരമായ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ആണ് ഇപ്പോൾ MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം ഊട്ടിയുറപ്പിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി വന്നിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കാക്കിയിൽ ഇടവേള. തിരികെ കാക്കിയിലേക്ക്. തിരുവനന്തപുരം ബാലരാമപുരത്തെ സീരിയൽ സെറ്റിൽ സംഘർഷം. പ്രതിഫലം നൽകുന്നില്ലെന്നാരോപിച്ച് 100ഓളം ഫെഫ്ക പ്രവർത്തകരാണ് ലൊക്കേഷനിൽ പ്രതിഷേധിച്ചത്. സംവിധായകനും അഭിനേതാക്കൾക്കും നിർമ്മാതാവ് സുധീർ പ്രതിഫലം നൽകുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചതോടെ പോലീസും ഇടപെട്ടു. തിരുവനന്തപുരം ബാലരാമപുരത്ത് സീരിയൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ഫെഫ്ക അംഗങ്ങളുടെ പ്രതിഷേധം. 100-ലധികം വരുന്ന ഫെഫ്ക അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. സീരിയൽ ചിത്രീകരണം ആരംഭിച്ച് 30 എപ്പിസോഡുകൾ പിന്നിട്ടിട്ടും നിർമ്മാതാവ് സുധീർ സംവിധായകനും അഭിനേതാക്കൾക്കും പ്രതിഫലം നൽകുന്നില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിഷേധം. സംവിധായകൻ തുളസീദാസ്, രാജസേനൻ തുടങ്ങിയ അഭിനേതാക്കൾക്കും പ്രതിഫലം നൽകുന്നില്ല എന്നായിരുന്നു പരാതി. പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചതോടെ ബാലരാമപുരം പോലീസും ഇടപെട്ടു. തുടർന്ന് നടത്തിയ ചർച്ചയിൽ അഭിനേതാക്കൾക്കും സംവിധായകർക്കും പ്രതിഫലം നൽകിയതിനു ശേഷം മതി ചിത്രീകരണം എന്ന വ്യവസ്ഥയിൽ സമരം അവസാനിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് ബാലരാമപുരത്തെ സീരിയൽ ലൊക്കേഷനിൽ സംഘർഷമുണ്ടായത്. നിർമ്മാതാവ് സുധീർ പ്രതിഫലം നൽകുന്നില്ല എന്നാരോപിച്ച് അഭിനേതാക്കളും സംവിധായകനും ഫെഫ്കയിൽ പരാതി നൽകി. ഇതേ തുടർന്ന് ഫെഫ്ക അംഗങ്ങൾ പ്രതിഷേധവുമായി ലൊക്കേഷനിലേക്ക് എത്തുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. പാലക്കാട് വാളയാറിൽ മാരക മയക്കുമരുന്ന് MDMAയുമായി അമ്മയും മകനും എക്സൈസിന്റെ പിടിയിലായി. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന 12 ഗ്രാം MDMAയുമായാണ് അമ്മയും മകനും സുഹൃത്തുക്കളും പിടിയിലായത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. വാളയാറിൽ എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിൽ കടത്തുകയായിരുന്ന 12 ഗ്രാം MDMAയുമായി അമ്മയും മകനും സുഹൃത്തുക്കളും പിടിയിലായത്. എറണാകുളത്ത് താമസിക്കുന്ന അശ്വതിയുടെ മകൻ ഷോൺ സണ്ണി, കോഴിക്കോട് സ്വദേശികളായ മൃദുൽ, അശ്വിൻ ലാൽ എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നും MDMA വാങ്ങി കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നതിനിടെയാണ് സംഘം കുടുങ്ങിയത്. കഴിഞ്ഞ 5-ാം തീയതി മുതൽ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നൊരു ലഹരിക്കെതിരെയുള്ളൊരു പരിപാടിയാണ്. അതിന്റെ ഭാഗമായിട്ട് ഊർജിതമായിട്ടുള്ള വാഹന പരിശോധന മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിൽ നിന്നാണ്
ഈ പ്രതികളെ MDMA ആയിട്ട് പിടികൂടുന്നത്. ഇവര് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഉദ്ദേശം 18 ഗ്രാമോളം MDMA ആണ്, മാരക മയക്കുമരുന്നായിട്ടുള്ള MDMA ആണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. അന്വേഷണത്തിലേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും നിലവിലെ അവർക്ക് ഇതുമായിട്ട് നല്ല കണക്ഷനുള്ള ആൾക്കാരാണ്, ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ്. അശ്വതി കാലങ്ങളായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളും വിൽപ്പന നടത്തുന്നയാളുമാണ്. മൃദുൽ, അശ്വിൻലാൽ എന്നിവരും അശ്വതിക്കൊപ്പം ലഹരി കടത്താറുണ്ട്. പിന്നീട് മകൻ ഷോൺ സണ്ണിയെയും ലഹരി കടത്തിന് കൂടെ കൂട്ടുകയായിരുന്നു. കേരളത്തിൽ കൊച്ചിയിൽ ഉൾപ്പെടെ ലഹരിമരുന്ന് വിൽപ്പന നടത്തുകയായിരുന്നു സംഘത്തിന്റെ ഉദ്ദേശമെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. ജനം, പാലക്കാട്. മകളുടെയും മരുമകളുടെയും 24 പവൻ സ്വർണം ഇവർ അറിയാതെ പണയം വെച്ച് പണം തട്ടിയെടുത്തുന്ന മകന്റെ പരാതിയിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി തങ്കമണി, അച്ചൻഗാനം, പഴയച്ചിറയിൽ ബിൻസി ജോസ് ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച സുഹൃത്ത് മൂവാറ്റുപുഴ കദളിക്കാട് കുറുപ്പംപറമ്പിൽ അംബിക എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പണം ആഭിചാര കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചതായെന്നാണ് സംശയം. ബിൻസിയുടെ മകൻ അഭിജിത്ത് ആസാം റൈഫിൾസിലെ സൈനികനാണ്. ബിൻസിക്കും ഭർത്താവിനുമൊപ്പമാണ് അഭിജിത്തിന്റെ ഭാര്യ സന്ധ്യ താമസിക്കുന്നത്. സന്ധ്യയുടെ 14 പവൻ സ്വർണം ബിൻസിയാണ് സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞിടെ ഈ സ്വർണം ഇവർ തിരികെ ആവശ്യപ്പെട്ടു. എന്നാൽ ബിൻസി തിരികെ നൽകാൻ തയ്യാറായില്ല. ഇതേ ചൊല്ലി വഴക്കുണ്ടായതോടെ വിവരങ്ങൾ സന്ധ്യ ബിൻസിയുടെ ഭർത്താവിനെ അറിയിച്ചു. ഭർത്താവ് പലവട്ടം ചോദിച്ചതിനു ശേഷമാണ് സ്വർണം പണയം വെച്ച കാര്യം ബിൻസി സമ്മതിച്ചത്. ഒപ്പം തിരുവനന്തപുരത്ത് താമസിക്കുന്ന മകൾ മേരിയുടെ 10 പവൻ സ്വർണം പണയം വെച്ചതായും ഇവർ പറഞ്ഞു. കൂടാതെ വിവിധ സ്വയം സഹായ സംഘങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും 50 ലക്ഷത്തോളം രൂപ ഇവർ വായ്പയെടുത്തിട്ടുണ്ട്. ഇതിൽ മകളുടെയും മരുമകളുടെയും പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. പണം എന്തിനുവേണ്ടി ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി ഇവർ പറയാൻ തയ്യാറായിട്ടില്ല. ആഭിചാര കർമ്മങ്ങൾക്കാണ് പണം ഉപയോഗിച്ചത് എന്നതാണ് പോലീസിന്റെയും ബന്ധുക്കളുടെയും സംശയം. ഇത് തങ്കമണി പോലീസ് സ്റ്റേഷനിൽ അച്ചങ്കാരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റിപ്പോർട്ടായ കേസാണ്. സൈനികന്റെ ഭാര്യ തന്ന പരാതി, സൈനികന്റെ അമ്മ അവരുടെ 14 പവന്റെ സ്വർണം എടുത്ത് അവരെ താമസിച്ച് വന്നിരുന്ന വീട്ടിലെ അവരുടെ ലോക്കറിൽ നിന്ന് എടുത്ത് പണയം വെക്കുകയും വിറ്റുകയും മറ്റും ചെയ്തെന്നുള്ള പരാതി പ്രകാരമാണ്. അവരാദ്യം വീട്ടിൽ തന്നെ അത് സെറ്റിൽമെന്റ് ആകാൻ നോക്കിയിട്ട് സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പരാതി നൽകുകയും പരാതിയിന്മേൽ അവരെ വിളിച്ച് സംസാരിച്ചത് അവരത് സമ്മതിക്കാതെ വരികയും ചെയ്തിട്ടുള്ളതാണ്. സംഭവം സംബന്ധിച്ച് മക്കൾ പരാതി നൽകിയതിന് പിന്നാലെ ബിൻസി സ്വന്തം വീട്ടിലേക്ക് പോയി. ഒപ്പം കോടതിയെയും സമീപിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാനാണ് കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ ബിൻസി ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പണം വീട്ടു ചെലവുകൾക്ക് ഉപയോഗിച്ചെന്നും മകന്റെ അറിവോടുകൂടിയാണെന്നുമാണ് ബിൻസിയുടെ മൊഴി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വിശദമായ അന്വേഷണത്തിനായി അടുത്ത ദിവസം തന്നെ ബിൻസിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ജനം, ഇടുക്കി. കാക്കിയിലേക്ക്. പാലക്കാട് പട്ടാമ്പിയിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും ഐഫോൺ മോഷ്ടിച്ചു. പട്ടാമ്പി ടൗണിലെ മൊബൈൽ ഗാലറി എന്ന ഷോപ്പിൽ നിന്നാണ് ഐഫോൺ മോഷണം പോയത്. കടയിലെ CCTV ക്യാമറയിൽ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പട്ടാമ്പിയിലെ മൊബൈൽ കടയിൽ നിന്നും ഐഫോൺ മോഷണം പോയത്. മൊബൈൽ കവർ വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മോഷ്ടാവായ യുവാവ് കടയിലേക്ക് എത്തിയത്. തുടർന്ന് ജീവനക്കാരന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട ശേഷം മോഷണം നടത്തുകയായിരുന്നു. ജീവനക്കാരൻ വീണ്ടും യുവാവിന്റെ പക്കലെത്തിയപ്പോൾ മൊബൈൽ കവർ വേണ്ടെന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു. മൊബൈലുകളുടെ കണക്കെടുപ്പ് നടത്തിയപ്പോഴാണ് ഐഫോൺ കാണുവാനില്ലെന്ന വിവരം കടക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ യുവാവ് മോഷണം നടത്തുന്നത് കണ്ടെത്തി. ഐഫോൺ 13 പ്രോയാണ് മോഷണം പോയത്. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, പാലക്കാട്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ യുവതിക്ക് നേരെയുണ്ടായ ആസിഡ് ആക്രമണത്തിൽ പോലീസിന് നേരെ വിമർശനവുമായി കുടുംബം. ലഹരിക്കടിമയായ പ്രതിയിൽ നിന്നും ആക്രമണം ഉണ്ടാകുന്നതായി നിരവധി തവണ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് യുവതിയുടെ അമ്മ പറഞ്ഞു. ബാലുശ്ശേരി
പോലീസ് പരാതിയിൽ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നലത്തെ ആക്രമണം ഒഴിവാക്കാമായിരുന്നുവെന്നും അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻഭർത്താവ് പ്രശാന്ത് പ്രവിശയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. 2 ദിവസം മുമ്പും ആക്രമിക്കാൻ ബൈക്കിൽ പിന്തുടർന്നെത്തി. 8 പ്രാവശ്യം പരാതി നൽകിയിട്ടും ബാലുശ്ശേരി പോലീസ് നടപടിയെടുക്കാൻ തയ്യാറായില്ല. പ്രതിയെ ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത്. നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകില്ലായിരുന്നുവെന്നും മാതാവ് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ വീട്ടിൽ വരൂലാലോ. പിന്നെ അത് ഓരോരോ വാണിംഗ് കൊടുക്കും. നിങ്ങൾ പോറത് അമ്പാത്ത് പോറത് ഈ ഭാഗത്ത് പോറത് പിറ്റേ അത് കഴിഞ്ഞ് പിന്നെ ഒരു 4-5 മാസം കഴിയുമ്പോൾ പിന്നും വരും. ഇവന് കുഴപ്പമെന്ന് വെച്ചാൽ മദ്യപിച്ചാൽ എപ്പോഴും കുഴപ്പം തന്നെയാണ്. പിന്നെ കുറച്ച് പിന്നെ മുന്നോട്ടെത്തിയപ്പോൾ 2-3 പ്രാവശ്യം കുടിയൊക്കെ നിർത്തിയാലേ പിന്നെ മദ്യപിച്ചാൽ വെറും പ്രാന്ത. അങ്ങനെയാണെന്ന് എല്ലാവരും അടിക്കും. ഞാളൊക്കെ മുന്നിലിട്ടിട്ട് ഓളെ വല്ലാണ്ട് അടിക്കും. തലയ്ക്കൊക്കെ അടിക്കുക. കണ്ണൊന്നുമില്ല, ഒരു കണ്ണ് പോയിക്കോളെ. 7 വർഷം മുമ്പ് മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പ്രവിശയുടെ സഹോദരന് നേരെയും ആക്രമണമുണ്ടായി. ചെയ്യൂന്നോനൊരു സംഗതി പറഞ്ഞാൽ ചെയ്യും. പെട്രോൾ ഒഴിച്ചേക്ക് തീയിട്ടങ്ങനെ സിഗരറ്റ് അടിക്കാൻ നോക്കുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ തട്ടിത്തെറിപ്പിച്ചിട്ട് അന്ന് പിന്നെ ഇതിലൊക്കെ ചൈൽഡ് ലൈനിലൊക്കെ പരാതി കൊടുത്താ ഞാൻ. വിവാഹബന്ധം വേർപെടുത്തിയിരുന്നുവെങ്കിലും കൂടെ വരണമെന്ന ആവശ്യം പ്രവിശ നിരാകരിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം. പ്രവിശയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തയച്ചതായും മാതാവ് പറഞ്ഞു. ഇന്നലെ രാവിലെയാണ് ചെറുവണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന പ്രവിശയ്ക്ക് നേരെ മുൻ ഭർത്താവ് പ്രശാന്ത് ആസിഡ് ഒഴിച്ചത്. ശരീരമാസകലം പൊള്ളലേറ്റ യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനം, കോഴിക്കോട്. നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.